ആൽക്കെയിൻസിൻ്റെ IUPAC നെയിമിംഗ് ബാക്കി ഭാഗം നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. CH3, CH2, 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 CH, CH2, CH3, 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 CH2, 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 CH3. ഫസ്റ്റ് സ്റ്റെപ്പായി പേരന്റ് ചെയിൻ അഥവാ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ തിരിച്ചറിയലാണ്. അതിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത് ബ്രാഞ്ചായി മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബ്രാഞ്ചിൽ വീണ്ടും ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻറ്റിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വന്നാൽ അത്തരം സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ പേരന്റ് ചെയിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ കാർബൺ ആറ്റത്തിന് ഫസ്റ്റ് നമ്പർ കൊടുക്കണം. സോ പേരന്റ് ചെയിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ CH2 ഈ കാർബൺ ആറ്റത്തിനാണ് ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. ദിസ് ഈസ് സെക്കൻഡ് കാർബൺ ആറ്റം, ഇത് തേർഡ് കാർബൺ ആറ്റം. ദെൻ പേരന്റ് ചെയിൻ അവിടെ ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ നമ്പർ കൊടുത്താൽ ഇടതുവശത്തു നിന്നാണെങ്കിലും വലതുവശത്തു നിന്നാണെങ്കിലും പൊസിഷൻ നമ്പർ 5 ആണ്. ഇവിടെ 5 പൊസിഷനിൽ 1, 2, 3 3 കാർബണാറ്റമുള്ള പ്രൊപ്പൈലാണ് വന്നിരിക്കുന്നത്. ആ പ്രൊപ്പൈലിൻ്റെ 2 പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ പ്രൊപ്പൈലിൻ്റെ 2 പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻറ്റിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട് എങ്കിൽ അത്തരം സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ നെയിം നമ്മൾ ബ്രാക്കറ്റിലാണ് നൽകാറുള്ളത്. സോ ഇവിടെ നൊണയിൻ്റെ 5 പൊസിഷനിൽ പ്രൊപ്പൈൽ വന്നിരിക്കുന്നു. ആ പ്രൊപ്പൈലിൻ്റെ 2 പൊസിഷനിൽ 2 മീഥൈൽ വന്നിരിക്കുന്നു. സോ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ പേര് ബ്രാക്കറ്റിൽ കൊടുക്കാം. സോ 5 പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്നത് 2,2 ഡൈ മീഥൈൽ പ്രൊപ്പൈലാണ്. അത് ബ്രാക്കറ്റിൽ നൽകുന്നു. സോ 2,2 ഡൈ മീഥൈൽ പ്രൊപ്പൈൽ ബ്രാക്കറ്റ് ക്ലോസിന്. ദെൻ പേരന്റ് ചെയിൻ്റെ നെയിം 9 കാർബണാറ്റം ഉള്ളത് കൊണ്ട് നൊണൈൻ. സോ കോമ്പൗണ്ടിൻ്റെ പേര് 5,2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൽ നൊണൈൻ. അടുത്ത കോമ്പൗണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഏറ്റവും നീളം കൂടിയ ചെയിനാണ് പേരന്റ് ചെയിനായി മാർക്ക് ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് ചെയിൻ നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9 10 കാർബണാറ്റം ഉണ്ട്. വേറൊരു ചെയിൻ കൂടി പരിഗണിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരേ നീളമുള്ള 2 കാർബൺ ചെയിനുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ബ്രാഞ്ചസ് വരുന്നതാണ് പേരന്റ് ചെയിനായി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് ആയി കിടക്കുന്നതിൽ 1, 2 സബ്സ്റ്റിറ്റ്യൂവന്റ് അഥവാ 2 ബ്രാഞ്ചാണുള്ളത്. അതേസമയം ഈ രീതിയിൽ കിടക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും 1, 2, 3 ബ്രാഞ്ചസ് ഉണ്ട്. സോ മാക്സിമം നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉള്ള നീളം കൂടിയ ചെയിനാണ് പേരന്റ് ചെയിൻ. സോ ഇപ്പം മാർക്ക് ചെയ്തതാണ് പേരന്റ് ചെയിൻ. അതിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത് ബ്രാഞ്ചായി ഐഡന്റിഫൈ ചെയ്യുക. പൊസിഷൻ നമ്പറിന്റെ സമ്മ് ലോവറായി വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് നമ്പർ കൊടുക്കുകയാണ് എങ്കിൽ 1, 2, 3, 4, 5, 6, 8, 8 എന്നാണ് പൊസിഷൻ നമ്പർ വരുന്നത്. അതേസമയം ഇവിടെ ബോട്ടത്തിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ 3, 3, 5 എന്ന് വരും. സോ അതാണ് ലോവർ നമ്പർ. സോ നമ്മൾ റൈറ്റിൽ നിന്നാണ് ഇവിടെ പൊസിഷൻ നമ്പർ കൊടുക്കേണ്ടത്. ഇനി ബ്രാഞ്ചസ് നോക്കുക. 3ാമത്തെ കാർബണാറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. ദെൻ 5ാമത്തെ കാർബണാറ്റത്തിൽ നോക്കുക. 1, 2, 3, 4 കാർബണാറ്റമുള്ള ബ്യൂട്ടൈലാണ്. ആ ബ്യൂട്ടൈലിൻ്റെ
2 പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 4 കാർബണായിട്ടുള്ള ബ്യൂട്ടൈല്, ആ ബ്യൂട്ടൈലിൻ്റെ 2 പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ്. നമ്മൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി വെച്ച ആദ്യം ബ്യൂട്ടൈലിൻ്റെ പേരാണ് പറയേണ്ടത്, അതിനുശേഷമാണ് മീഥൈൽ പറയുന്നത്. നമുക്ക് ബ്യൂട്ടൈലിൻ്റെ പേര് പറയാം. സോ 5 പൊസിഷനിലാണ് ഇവിടെ ബ്യൂട്ടൈല് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ബ്രാക്കറ്റിൽ എഴുതുന്നു, ആ ബ്യൂട്ടൈലിൻ്റെ 2 പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ 2 ഈഥൈൽ ബ്യൂട്ടൈൽ, അത്രയും ബ്രാക്കറ്റിലാണ്. ദെൻ 3 പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. സോ 3 ഡൈ മീഥൈൽ, 10 കാർബണാറ്റാണ് ഉള്ളത്, അതുകൊണ്ട് ഡെക്കൈൻ. സോ ഇതിൻ്റെ പേര് 5 ഈഥൈൽ ബ്യൂട്ടൈൽ 3 ഡൈമീഥൈൽ ഡെക്കൈൻ. അടുത്ത കോമ്പൗണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ പേരന്റ് ചെയിനായി തിരിച്ചറിയുക. സ്ട്രെയിറ്റ് ആയി കിടക്കുന്ന 1 2 3 4 5 6 7 8 9 എണ്ണമാണ് ഉള്ളത്. ഈ രീതി പരിഗണിക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 ഉള്ളൂ. സോ സ്ട്രെയിറ്റ് ആയി കിടക്കുന്നത് തന്നെയാണ് പേരന്റ് ചെയിനായി തിരിച്ചറിയേണ്ടത്. അതിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത് ബ്രാഞ്ച്. പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോൾ സമ്മ് കുറഞ്ഞു വരാവുന്ന രീതിയിൽ തന്നെ നമ്പർ കൊടുക്കുന്നു. ലെഫ്റ്റിൽ നിന്ന് ആണ് പൊസിഷൻ നമ്പർ കൊടുത്താൽ സമ്മ് കുറഞ്ഞു വരുന്നത്. ഇവിടെ 3 പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. 5 പൊസിഷനിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ആ പ്രൊപ്പൈൽ ഗ്രൂപ്പിന്റെ 1 2 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ പ്രൊപ്പൈലിനേക്കാൾ മുമ്പ് വരുന്ന ഈഥൈലാണ്. സോ ആദ്യം ഈഥൈലിന്റെ പേര് പറയുന്നു. നെയിം ഈസ് 3 ഈഥൈൽ. ദെൻ 5 പൊസിഷനിലാണ് പ്രൊപ്പൈല് 5. ഇനി ബ്രാക്കറ്റിലാണ് പേര് വരേണ്ടത്. അവിടെ 1 2 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ 1 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൽ. പേരന്റ് ചെയിനിൽ 9 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. സോ നൊണൈൻ എന്നാണ് പേര്. ഒരു സബ്സ്റ്റിറ്റ്യൂവന്റിൽ തന്നെ വേറെ സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നാൽ നമുക്ക് നെയിമിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത്തരം സന്ദർഭങ്ങളിൽ IUPAC റൂള് പ്രകാരം അത്തരം സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പേര് കോമൺ നെയിം ഉപയോഗിച്ചും സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഏതാനും കോമൺ നെയിംസ് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് പരിഗണിക്കുക. 1 2 3 കാർബണാറ്റാണുള്ളത്. ഇത് പ്രൊപ്പൈലാണ് എന്ന് നമുക്കറിയാം. IUPAC നെയിം അങ്ങനെ തന്നെയാണ്. അടുത്ത സബ്സ്റ്റിറ്റ്യൂവന്റ് നോക്കുക. 1 2 3. ഇവിടെ 3 കാർബണാറ്റാണ് ഉള്ളത്. പക്ഷേ നമ്മളത് കോമൺ നെയിം പ്രകാരം പറയുകയാണെങ്കിൽ അതും ഒരു തരം പ്രൊപ്പൈലാണ്. ആദ്യം പരിഗണിച്ച ആ സബ്സ്റ്റിറ്റ്യൂവിന്റെ ഒരു ഐസോമർ ആണിത്. ഇതിനെ നമ്മൾ ഐസോ പ്രൊപ്പൈൽ എന്നാണ് പറയുന്നത്. സോ നെയിമിംഗ് ഡിഫിക്കൽട്ട് ആണ് എങ്കിൽ ഐസോ പ്രൊപ്പൈൽ എന്ന കോമൺ നെയിമും ഇത്തരം സബ്സ്റ്റിറ്റ്യൂവന്റിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 1 2 3 4 കാർബണാറ്റാണുള്ളത്. ഇതിനെ ബ്യൂട്ടൈൽ എന്നാണ് പറയുന്നത്. ഇനിയുള്ള ഗ്രൂപ്പുകളിലും 1 2 3 4 കാർബണാറ്റം വീതമാണ് ഉള്ളത്. ഇതിനെ നമ്മൾ നോർമൽ ബ്യൂട്ടൈൽ എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ബ്യൂട്ടൈൽ എന്നാണ്. ഇവിടെ നമ്മൾ പരിഗണിച്ചിരിക്കുന്ന ആ പേരന്റ് ചെയിനിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാറ്റം വേറെ ഒരു കാർബണാറ്റമായിട്ട് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്തരം കാർബണാറ്റത്തെ നമ്മൾ പ്രൈമറി കാർബണാറ്റം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പിന്നീട് പഠിക്കാനുണ്ട്. അതേസമയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ കാർബണാറ്റം അത് വേറെ 2 കാർബണാറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ കാർബണാറ്റത്തെ നമ്മൾ സെക്കൻഡറി കാർബണാറ്റം എന്ന് പറയുന്നു. ഇവിടെ പേരന്റ് ചെയിനിനോട്
അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം വേറെ 3 കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ടേർഷറി കാർബൺ ആറ്റം എന്ന് വിളിക്കാറുണ്ട്. അതിനാലാണ് ഈ സബ്സ്റ്റിറ്റ്യൂവന്റിനെ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് വിളിക്കുന്നത്. ഇതൊരു സെക്കൻഡറി കാർബൺ ആറ്റമാണ്. 4 കാർബൺ ആറ്റമാണ് ഈ സബ്സ്റ്റിറ്റ്യൂവന്റിൽ ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ കോമൺ നെയിം സെക്കൻഡറി ബ്യൂട്ടൈൽ എന്നാണ്. ഇവിടെയും 4 കാർബൺ ആറ്റമാണ്. പേരന്റ് ചെയിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റത്തിൽ 3 കാർബൺ ആറ്റം ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ടേർഷറി ബ്യൂട്ടൈൽ എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു പ്രൈമറി കാർബൺ ആറ്റം തന്നെയാണ്. പക്ഷേ നോർമൽ ബ്യൂട്ടൈലിന്റെ ഒരു ഐസോമർ ആണ്. അതുകൊണ്ട് ഇതിനെ ഐസോ ബ്യൂട്ടൈൽ എന്നാണ് വിളിക്കുന്നത്. സോ നെയിമിംഗ് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഇത്തരം കോമൺ നെയിം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ആൽക്കീൻസിൻ്റെയും ആൽക്കൈൻസിൻ്റെയും നെയിമിംഗ് ആണ്. കാർബൺ ചെയിനിനിടയിൽ ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉള്ള കോമ്പൗണ്ട്സിനെയാണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിനെ ആൽക്കൈൻസ് എന്നും പറയുന്നു. ഇത്തരം ആൽക്കീൻസിനെ നെയിം ചെയ്യാൻ പേരന്റ് ചെയിൻ്റെ പേരിൻ്റെ ഒപ്പം സഫിക്സായി ഈൻ എന്ന വേർഡാണ് വേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പായി ഡബിൾ ബോണ്ട് ഉൾപ്പെടുന്ന കാർബൺ ചെയിൻ പേരന്റ് ചെയിനായി തിരിച്ചറിയുക. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ അപ്ലൈ ചെയ്യുക. ദെൻ പേരന്റ് ചെയിൻ്റെ പേരിനൊപ്പം ഈൻ എന്ന സഫിക്സ് ചേർക്കുക. ഇവിടെ പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസിന് ലോവർ നമ്പർ വരണം. സോ റൈറ്റിൽ നിന്നുമാണ് പൊസിഷൻ നമ്പർ കൊടുക്കേണ്ടത്. 4 കാർബൺ ആറ്റമാണ് ഉള്ളത്. അതുകൊണ്ട് പേരന്റ് ചെയിൻ്റെ നെയിം ബ്യൂട്ട് എന്നാണ്. അവിടെ ഫസ്റ്റ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സോ നമ്മൾ പൊസിഷൻ നമ്പർ ചേർക്കുന്നു ബ്യൂട്ട് 1. ദെൻ അതിൻ്റെ സഫിക്സ് ഈൻ എന്നാണ് വേണ്ടത്. സോ കോമ്പൗണ്ട് നെയിം ബ്യൂട്ട് 1 ഈൻ. അടുത്ത എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം. CH3 CH CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഇവിടെ പേരന്റ് ചെയിൻ മാർക്ക് ചെയ്യുക, ബ്രാഞ്ച് തിരിച്ചറിയുക. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ കൊടുത്താൽ റൈറ്റ് സൈഡിൽ നിന്നുമാണ് പൊസിഷൻ നമ്പർ കൊടുക്കേണ്ടത്. പേര് പറയുമ്പോൾ ആദ്യം ബ്രാഞ്ചിന്റെ പേര് പറയണം. 4th പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ നമുക്ക് പേരെഴുതാം. 4 മീഥൈൽ. പേരന്റ് ചെയിനിൽ 5 കാർബൺ ആറ്റാണുള്ളത്. സോ പെന്റ് 2 പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നു. സോ പെന്റ് 2 ഈൻ. അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കാം. നമ്മൾ പേരന്റ് ചെയിൻ തിരിച്ചറിയണം. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ കൊടുക്കണം. ലെഫ്റ്റിൽ നിന്നാണ് നമ്പർ കൊടുക്കേണ്ടത്. 1 2 3 4 5 6. ഇവിടെ 2 പൊസിഷനിൽ ഡബിൾ ബോണ്ട്, 4 പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ്. സോ ആദ്യം ബ്രാഞ്ചിന്റെ പേര് പറയുന്നു. സോ ഇറ്റ് ഈസ് 4 ഈഥൈൽ. 6 കാർബൺ ആറ്റമാണ് ഉള്ളത്. സോ ഹെക്സ് 2 ഈൻ. ആൽക്കീൻസിനെ നെയിം ചെയ്യുന്ന പോലെ ആൽക്കൈൻസും നെയിം ചെയ്യാൻ സാധിക്കും. ഇവിടെ സഫിക്സായി വേണ്ടത് ഐൻ എന്ന വേർഡാണ്. ആദ്യ ഉദാഹരണം പരിഗണിക്കാം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് ഉള്ളത്. സോ ഇതൊരു ആൽക്കൈനാണ്. പൊസിഷൻ നമ്പർ കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് കൊടുത്താൽ 3ാമത്തെ കാർബൺ ആറ്റം, റൈറ്റിൽ നിന്ന് കൊടുത്താലും 3ാമത്തെ കാർബൺ ആറ്റം ആണ്. നമ്മളിവിടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ കൂടി പരിഗണിക്കണം.
അതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ് കറക്റ്റ്. ആറു കാർബണാറ്റമാണ് ഉള്ളത്. അതിൽ തേർഡ് കാർബണാറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. ദെൻ സെക്കൻഡ് കാർബണാറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ആദ്യം ബ്രാഞ്ചിന്റെ പേര് എഴുതുന്നു. സോ നെയിം ഈസ് 2-methyl ഹെക്സ് 3-ine എന്നാണ് സഫിക്സ് വേണ്ടത്. 2-methyl ഹെക്സ് 3-ine. നമുക്കൊരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2,2-dimethyl ഹെപ്റ്റ് 3-ine എന്ന കോമ്പൗണ്ട്. ഹെപ്റ്റ് 7 കാർബണാറ്റമാണ്. 7 കാർബണാറ്റം ഉൾപ്പെടുന്ന കാർബൺ ചെയിൻ വരയ്ക്കുന്നു. പൊസിഷൻ നമ്പർ ഇടുന്നു. നെയിമിൽ പറഞ്ഞിരിക്കുന്ന പോലെ 2 പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഓരോ കാർബണാറ്റം ഉൾപ്പെടുന്ന ബ്രാഞ്ച് വരയ്ക്കുന്നു. 3 പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്. കാർബണിന്റെ വാലൻസീസ് ഹൈഡ്രജൻ അപ്ലൈ ചെയ്ത് പൂർത്തിയാക്കുന്നു. ഇവിടെ ഒരു വാലൻസിയെ പൂർത്തിയായിട്ടുള്ളൂ, അതുകൊണ്ട് CH3. ഇവിടെ 1, 2, 3, 4 വാലൻസി പൂർത്തിയായി. ഇനി H ആവശ്യമില്ല. ഇവിടെ 1, 2, 3, 4 വാലൻസിയും പൂർത്തിയായി. H ആവശ്യമില്ല. ഇവിടെ 1, 2, 3, 4 വാലൻസിയും പൂർത്തിയായി. H ആവശ്യമില്ല. ഇവിടെ 2 പൂർത്തിയായിട്ടുള്ളൂ CH2, 2 പൂർത്തിയായിട്ടുള്ളൂ CH2, 1 പൂർത്തിയായിട്ടുള്ളൂ CH3. ദെൻ ഇവിടെ ഒരു വാലൻസി മാത്രം പൂർത്തിയായി CH3. ആലിസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ആണ് നമുക്ക് അടുത്തായി പഠിക്കാനുള്ളത്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിന്റെ സിമിലർ പ്രോപ്പർട്ടി തന്നെയാണ് ആലിസൈക്ലിക് കോമ്പൗണ്ട്സിനുമുള്ളത്. ഇവയ്ക്ക് പേരെഴുതുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച അതേ റൂളുകൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പേരന്റ് ചെയിൻ്റെ പേര് പറയുന്നതിന് മുമ്പായി സൈക്ലോ എന്ന പ്രിഫിക്സ് ചേർത്താൽ മതിയാകും. നമുക്ക് ഉദാഹരണം ശ്രദ്ധിക്കാം. ഇവിടെ ആദ്യം ഈ റിങ്ങിൽ എത്ര കാർബണാറ്റമാണ് ഉള്ളതെന്ന് നോക്കുന്നു. 1, 2, 3, 4, 5, 6 കാർബണാറ്റമാണ് ഉള്ളത്. ഹെക്സൈൻ ആണത്. സോ ഹെക്സൈൻ എന്ന വേർഡ് റൂട്ടിന് മുമ്പ് സൈക്ലോ എന്ന പ്രിഫിക്സ് ചേർക്കുക. സോ കോമ്പൗണ്ട് നെയിം സൈക്ലോ ഹെക്സൈൻ എന്നാണ്. സൈക്ലോ ഹെക്സൈൻ. സെക്കൻഡ് കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ 2 ബ്രാഞ്ച് അഥവാ 2 സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. ഒന്ന് മീഥൈൽ ഗ്രൂപ്പും ഒന്ന് പ്രൊപ്പൈൽ ഗ്രൂപ്പും ആണ്. നമ്മളവിടെ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്പർ നൽകേണ്ടത്. മീഥൈലാണ് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി കൂടുതലുള്ളത്. സോ അതിന് ഫസ്റ്റ് നമ്പർ കൊടുക്കുന്നു. 1, 2, 3. സോ 1 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും 3 പൊസിഷനിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ് വന്നിരിക്കുന്നത്. ബ്രാഞ്ചിന്റെ പേര് ആദ്യം പറയുന്നു. സോ നെയിം ഈസ് 1-methyl 3-propyl cyclohexane. അടുത്ത കോമ്പൗണ്ട്. ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. നമ്മൾ ആദ്യം ലോവസ്റ്റ് സം റൂള് കൺസിഡർ ചെയ്യണം. അതിനുശേഷം ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി. 1, 1, 1, 1, 3 എന്നാണ് ഈ രീതിയിൽ നമ്പർ വരുന്നത്. സോ അതിന്റെ സമ്മ് 1 + 1 + 3 5. അതേസമയം ഇവിടെ നിന്നാണ് നമ്പർ കൊടുക്കുന്നതെങ്കിൽ 1, 3, 3 എന്ന് വരും. സോ സമ്മ് 7 ആണ് വരുന്നത്. സോ ഇതാണ് കറക്റ്റ് നമ്പറിങ്. 1 പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, 3 പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ്. നെയിം പറയുമ്പോൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയുടെ ഓർഡറിലാണ് പറയേണ്ടത്. സോ ആദ്യം ഈഥൈലിന്റെ പേര് പറയണം. 3-ethyl 1,1-dimethyl cyclohexane.
അടുത്ത കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. സബ്സ്റ്റിറ്റ്യൂവൻ്റായി മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒപ്പം ഡബിൾ ബോണ്ടും ഉണ്ട്. സോ ഡബിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി വേണ്ടത്. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ നൽകുന്നു. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, ദെൻ തേർഡ്, ദെൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ് 1 പൊസിഷനിൽ മീഥൈൽ, 3 പൊസിഷനിൽ ഈഥൈൽ. ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിലാണ് പേര് പറയേണ്ടത്. ആദ്യം ബ്രാഞ്ചസിന്റെ പേര്. 3 പൊസിഷനിൽ ഈഥൈൽ. സോ 3 ഈഥൈൽ, 1 മീഥൈൽ. ഇത് സൈക്ലോ ഹെക്സൈൻ ആണ്. സൈക്ലോ ഹെക്സ് ഡബിൾ ബോണ്ട് ഉണ്ട്. 1 പൊസിഷനിലാണ് ഡബിൾ ബോണ്ട്. സോ 3 ഈഥൈൽ, 1 മീഥൈൽ, സൈക്ലോഹെക്സ് 1 ഈൻ എന്നാണ് കോമ്പൗണ്ട് നെയിം. ഇനി നമ്മൾ പഠിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ആണ്. നമ്മൾ പഠിച്ചിരുന്നു ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ ആറ്റം മാറി പകരം വരുന്ന ആറ്റത്തെ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പരിഗണിക്കാം. ഇത് പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈനിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ വേറെ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ആറ്റം ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലോറിൻ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്നത്. ഇത്തരം ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ നെയിം ചിലപ്പോൾ പ്രിഫിക്സ് ആയും മറ്റു ചിലപ്പോൾ സഫിക്സ് ആയും ആണ് ചേർക്കുന്നത്. ക്ലോറിൻ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ ക്ലോറോ കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ജനറലായി ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഹാലജൻ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാനായി ഹാലോ എന്ന പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത്. ഒപ്പം അതിൻ്റെ പൊസിഷൻ നമ്പറും ചേർക്കണം. സോ പേരന്റ് ചെയിനിൽ 3 കാർബണാറ്റമാണ് ഉള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണാറ്റത്തിന് ലോവർ നമ്പർ നൽകുന്നു. സോ റൈറ്റിൽ നിന്നാണ് നമ്പർ നൽകേണ്ടത്. 1 പൊസിഷനിലാണ് ക്ലോറിൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് 1 ക്ലോറോ എന്നാണ് കോമ്പൗണ്ടിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പേരന്റ് ചെയിനിൽ 3 കാർബണാറ്റം ഉണ്ട്. പ്രൊപ്പൈൻ ആണ്. സോ കോമ്പൗണ്ട് നെയിം 1 ക്ലോറോ പ്രൊപ്പൈൻ എന്നാണ്. 1 ക്ലോറോ പ്രൊപ്പൈൻ. Another example, consider CH3, CH2, CH2Br, CH3. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ബ്രോമിൻ ആണ്. സോ ബ്രോമിൻ വരുന്ന കാർബണാറ്റത്തിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ കൊടുക്കുക. 2 പൊസിഷനിലാണ് ബ്രോമിൻ വന്നിരിക്കുന്നത്. CH3, CH2, CHBr, CH3 എന്നാണ് ഫോർമുല. സോ കോമ്പൗണ്ട് നെയിം 2 ബ്രോമോ ബ്യൂട്ടൈൻ എന്നാണ്. 2 ബ്രോമോ ബ്യൂട്ടൈൻ. അടുത്ത കോമ്പൗണ്ട് നമുക്ക് പരിഗണിക്കാം. CH3, CH2, CH2OH. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ വിളിക്കുന്നത് ആൽക്കഹോൾസ് എന്നാണ്. ആൽക്കഹോളിനെ നെയിം ചെയ്യാനായി പേരന്റ് ചെയിന്റെ പേരിനൊപ്പം ഓൾ എന്ന സഫിക്സ് ചേർക്കുകയാണ് വേണ്ടത്. സോ ഇവിടെ ചേർക്കേണ്ട സഫിക്സ് ഓൾ എന്നാണ്. ഇവിടെ സഫിക്സ് ഒരു വവ്വൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വവ്വൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ പേരന്റ് ആൽക്കെയിനിലെ അവസാനത്തെ ലെറ്ററായ ഈ മാറ്റിയതിന് ശേഷമാണ് സഫിക്സ് ചേർക്കേണ്ടത്. സോ ഈ ഒഴിവാക്കിയതിന് ശേഷം ഓൾ എന്ന സഫിക്സ് ചേർക്കുന്നു. സോ അവയുടെ ജനറൽ നെയിം ആൽക്കനോൾ എന്നായിരിക്കും. ഒപ്പം പൊസിഷൻ നമ്പർ കാണിക്കുകയും വേണം. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണാറ്റത്തിന് ലോവർ നമ്പർ. ഇതാണ് ഫസ്റ്റ് കാർബണാറ്റം. സോ പേരന്റ് ചെയിനിൽ 3 കാർബണാറ്റമാണുള്ളത്.
സോ പ്രൊപ്പൈൻ ആണ്. സോ പ്രൊപ്പൈനിലെ ലാസ്റ്റ് ലെറ്റർ ഇ മാറ്റുന്നു, പൊസിഷൻ നമ്പർ ചേർക്കുന്നു, പ്രൊപ്പൻ 1 ദെൻ ഓൾ എന്ന വാക്ക് ചേർക്കുന്നു, പ്രൊപ്പൻ 1 ഓൾ എന്നാണ് കോമ്പൗണ്ട് നെയിം. അടുത്ത കോമ്പൗണ്ട് ശ്രദ്ധിക്കാം. CH3, CHOH, CH2, CH2, CH3. പേരന്റ് ചെയിനിൽ 5 കാർബണാറ്റാണ് ഉള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണാറ്റത്തിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ കൊടുക്കുക. സെക്കൻഡ് കാർബണാറ്റത്തിലാണ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ 5 കാർബണാറ്റം ഉള്ളത് കൊണ്ട് പെൻഡെയിൻ ആണ്. സോ പെൻഡെയിനിലെ 2 പൊസിഷനിൽ ആൽക്കഹോൾ വന്നിരിക്കുന്നു. സോ പെൻഡൻ 2 ഓൾ എന്നാണ് കോമ്പൗണ്ടിന്റെ നെയിം. പെൻഡൻ 2 ഓൾ. അടുത്ത കോമ്പൗണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. CH3, CH2, CH2, CHO. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ് എങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ ആൽഡിഹൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. ആൽഡിഹൈഡ് നെയിം ചെയ്യാനായി ആൽ എന്ന സഫിക്സ് ആണ് ചേർക്കുന്നത്. സോ പേരന്റ് ചെയിനിലെ അവസാനത്തെ അക്ഷരമായ ഇ മാറ്റിയിട്ട് ആൽ എന്ന വാക്ക് ചേർക്കുന്നു. ആൽഡിഹൈഡ് ആണ് എങ്കിൽ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ കാർബണാറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിനാണ് ലോവർ നമ്പർ വേണ്ടത്. ആ കാർബണാറ്റം കൂടി നമ്മൾ കൗണ്ട് ചെയ്യണം. ദെൻ എപ്പോഴും ടെർമിനലിലായിരിക്കും ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയുള്ളൂ. അതുകൊണ്ട് പൊസിഷൻ നമ്പർ പറയേണ്ട ആവശ്യമില്ല. 4 കാർബണാറ്റം ഉള്ളത് കൊണ്ട് ബ്യൂട്ടെയിൻ ആണ്. സോ ബ്യൂട്ടെയിനിലെ അവസാനത്തെ അക്ഷരമായ ഇ മാറ്റുന്നു, എന്നിട്ട് ആൽ എന്ന വാക്ക് ചേർക്കുന്നു. സോ കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ടനാൽ എന്നാണ്. ബ്യൂട്ടനാൽ എന്നാണ് കോമ്പൗണ്ട് നെയിം. അടുത്ത കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. CH3, CHO. ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ്, ആൽഡിഹൈഡ് ആണ്. അതിന് ലോവർ നമ്പർ. സോ 2 കാർബണാറ്റാണ് ഉള്ളത്. ഈഥെയിനിലെ ഇ മാറ്റിയിട്ട് ആൽ എന്ന വാക്ക് ചേർക്കുന്നു. കോമ്പൗണ്ടിന്റെ പേര് എഥനാൽ എന്നാണ്. എഥനാൽ എന്നാണ് കോമ്പൗണ്ടിന്റെ പേര്. ആൽഡിഹൈഡിന് സിമിലർ ആയ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ആണ് കീറ്റോൺസ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് CO ആണ്. CO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ടെർമിനലിൽ ആയിരിക്കില്ല, കാർബൺ ചെയിനിൽ അല്ലെങ്കിൽ കാർബൺ ചെയിനിന് ഇടയിലായിരിക്കും വന്നിരിക്കുന്നത്. ആൽഡിഹൈഡിനും കീറ്റോണിനും സിമിലർ ആയ പ്രോപ്പർട്ടിയുമാണ് ഉള്ളത്. ഇവിടെ പേരന്റ് ചെയിനിന്റെ പേരിനൊപ്പം ഓൺ എന്ന വാക്ക് ചേർക്കുകയാണ് വേണ്ടത്. ഒപ്പം പൊസിഷൻ നമ്പർ പറയുകയും വേണം. ഉദാഹരണം ശ്രദ്ധിക്കാം. CH3, CO, CH2, CH3. 4 കാർബണാറ്റമാണ് ഉള്ളത്. സോ ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിനിന്റെ 2 പൊസിഷനിൽ CO ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ബ്യൂട്ടെയിനിലെ അവസാനത്തെ അക്ഷരം ആയ ഇ മാറ്റി അവിടെ ഓൺ ചേർക്കുന്നു. 2 പൊസിഷൻ ആയതുകൊണ്ട് ബ്യൂട്ടൻ 2 ഓൺ എന്നാണ് കോമ്പൗണ്ടിന്റെ പേര്. കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ടൻ 2 ഓൺ. നമുക്കൊരു ഉദാഹരണം കൂടി ശ്രദ്ധിക്കാം. പെൻഡൻ 2 ഓണിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. പെൻഡ് എന്ന് പറയുമ്പോൾ 5 കാർബണാറ്റം ആണ്. 5 കാർബണാറ്റം ഉൾപ്പെടുന്ന കാർബൺ ചെയിൻ വരയ്ക്കുക. പൊസിഷൻ നമ്പർ കൊടുക്കുക. അവിടെ 2 പൊസിഷനിൽ കീറ്റോൺ ഉണ്ട്. സോ അവിടെ CO എന്നാക്കണം.
കാർബണിന്റെ റിമൈനിങ് വാലൻസീസ് പൂർത്തിയാക്കുക. ഇവിടെ ഒരു വാലൻസിയെ പൂർത്തിയായുള്ളൂ. CH3, CO 4 വാലൻസിയും പൂർത്തിയായി. CH2, CH2, CH3. So it is pendant 2 on.